ആ മാണിച്ചേൻ അളിയ പോട്ടാ പോണ്ട പോയിട്ട് വരടാ. പോയിട്ട് വരണ്ട. അളി എന്നല്ലേ അവനെ മാണിച്ചേരുന്ന് വിളിക്കുന്നത്? അതെനക്ക് അറിഞ്ഞൂടെ? അയ്യോ എന്റെ പൊന്നളിയാ, 1 വർഷം മുമ്പേ പെട്ടെന്ന് പണക്കാരനാവാനുള്ള ഒരു പരിപാടിയും കൊണ്ടുവന്നു. എന്നിട്ട് എന്നെ ഒരു മീറ്റിങ്ങിന് കൊണ്ടുപോയി. അതാണ് ടോപ്പ് വിറ്റ്. സ്വീറ്റ് ലൈഫിലെ മെമ്പേഴ്സിനെല്ലാം സ്വാഗതം. നമുക്കൊരു കുഞ്ഞി കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഒരു ബാലൻ, അവന് സ്കൂളിൽ ഫീസ് അടയ്ക്കാൻ നിവർത്തിയില്ലാണ്ട് ഒരു ദിവസം ടീച്ചർ അവനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. എന്നിട്ടൊരു ഡയലോഗ് കൂടെ അങ്ങോട്ട് കീച്ചി, അച്ഛൻ്റെ കൂടെ മീൻ കച്ചവടത്തിന് പോടാന്ന്. അതാണ് ഇഷ്ടപ്പെട്ടില്ല. നേരെ ടീച്ചറിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ഡെസ്കിലോട്ട് ചാടി കയറിയിട്ട് തൃശ്ശൂർ പൂരത്തിന് അമിട്ട് പൊട്ടുന്ന പോലെ 3-4 ഡയലോഗ് അങ്ങോട്ട് കീച്ചി. ടീച്ചറിന്റെ മുഖം പന്നിപ്പടക്കം പൊട്ടുന്ന പോലെ ആയിപ്പോയി. വർഷങ്ങൾക്ക് ശേഷം ആ ബാലൻ സ്വന്തം നാട്ടിലെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുകയാണ്. വന്ന വിമാനത്തിലൂടെ പുറത്തോട്ട് നോക്കിയപ്പോ ആ എയർപോർട്ടിന് ബാലന്റെ പേരാ. എന്തുട്ടാ ബാലന്റെ പേര്? ബാർബറാം ബാലൻ. റൊണാൾഡോ. യെസ്, റൊണാൾഡോ, ക്രിസ്ത്യാനോ റൊണാൾഡോ. നിനക്കിതെങ്ങനെ അറിയാം? സാറിന്റെ 250 പ്രോഗ്രാമാണ്. ഞാൻ നിനക്ക് വിവരം വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. സിറ്റി ലൈഫിൽ നിങ്ങൾ ഇതേപോലെ ആളെ ചേർത്തോണ്ടിരുന്ന നാളെ നിങ്ങൾ വന്നിറങ്ങുന്ന എയർപോർട്ടിനും നിങ്ങളുടെ പേരായിരിക്കും. റൊണാൾഡോ ഫേമസ് ഫുട്ബോൾ പ്ലെയർ ആയതുകൊണ്ടല്ലേ പുള്ളിയുടെ പേരിൽ എയർപോർട്ട് വന്നത്, അല്ലാതെ ഈ സ്വീറ്റ് ലൈഫിൽ ചേർന്നിട്ടല്ലല്ല. എടാ, റൊണാൾഡോ ഇതിൽ ആളെ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടല്ലേ പുള്ളിയുടെ പേരിൽ എയർപോർട്ടൊക്കെ വന്നത്. നീ ചുമ്മാ ഇരുന്ന് കേട്ടാണ്. ഒരു മരമൊണ്ണ എന്നടാ. എന്താ മോളിന്റെ പേര്? മാളു. മാളു ഇന്റർനാഷണൽ എയർപോർട്ട്. ചെത്തിയില്ലേ? നീ ഒന്ന് ആലോചിച്ചോ കളിയാ, എന്റെ പേരിൽ ഒരു എയർപോർട്ട് പറഞ്ഞത്. എന്റെ പൊന്നളിയ, നിന്റെ പേരൊരു പണക്കാരന് പറ്റിയ പേരേ അല്ല. പിന്നെ ഇങ്ങനെ പറഞ്ഞ കണക്ക് തന്നെ ഒരു എയർപോർട്ടിന് എങ്ങനെ നിന്റെ പേരിടേണ്ടി വന്ന ദൈവത്തോട് നീ അത് ചെയ്യല്ലോ. എന്താ അമ്പാടിക്ക് എന്ത് കുഴപ്പം? അമ്പാടിക്ക് ഒരു കുഴപ്പമില്ല. അമ്പാടി ഇന്റർനാഷണൽ എയർപോർട്ട് കേൾക്കാൻ ഭയങ്കര സുഖം തന്നെ. അളിയ, നിന്റെ പേരിന് പറ്റിയത് അമ്പാടി തൈരുകൾ, അമ്പാടി പാല്, പിന്നെ അമ്പാടി കട. വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കിടാവ് അവൻ നമ്മുടെ സ്വീറ്റ് ലൈഫിൽ കയറിയിട്ട് ആദ്യത്തെ ആഴ്ച ഐഫോൺ വാങ്ങി, 2ാമത്തെ ആഴ്ച BMW കാർ ഇറക്കി. അപ്പൊ അവന്റെ ലൈഫ് സ്വീറ്റ് ആയില്ലേ? അതുപോലെ നിങ്ങളുടെ കാലിന്റെ അടിയിൽ 2 പേരെ വെച്ച് ചേർത്തോണ്ടിരുന്ന നിങ്ങളുടെ ലൈഫും കളറാവും. അപ്പൊ എങ്ങനെയാളിയാ, ചേരയല്ലേ? ഒരു ചായ കുടിക്കാൻ പൈസ ഇല്ല. ആദ്യം നീ ഒരാഴ്ച കൊണ്ട് ഐഫോണും BMW പിന്നെ എയർപോർട്ടിന് പേരിട്ടിട്ട് വാ, അപ്പൊ ഞാൻ ചേരാം. ഓരോരോ ഉടായ്പകളല്ലേ സത്യം. അണ്ണാ, പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ ഒരു പരിപാടി ഉണ്ട്. കുഞ്ഞിക്കനാണ്. അയ്യണ്ണ, അതല്ല, സ്വീറ്റ് ലൈഫ്. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നാളെ നമുക്കൊരു മീറ്റിങ്ങിന് പോവാം. അവിടെ പോയി കഴിയുമ്പോ റൊണാൾഡോയുടെ കഥ, എയർപോർട്ടിൽ നിങ്ങളെ പേരൊക്കെ പറഞ്ഞല്ലേ? കറക്റ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? 1 വർഷം മുമ്പേ നമ്മളൊരു കൂട്ടുകാരെ ഇതിന് കൊണ്ടുപോയിട്ടുണ്ട്. എന്നിട്ട് ആ കൂട്ടുകാരെ ഇപ്പൊ എന്ത് ചെയ്യണ്? അവ ഇപ്പൊ മര്യാദക്കുള്ള ജോലിക്ക് പോകും.